Hi everyone, this is me Jincy from Jincy Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന question listening very important question, highlight incorrect words. So before we go into the video, if you have not subscribed to this channel, kindly subscribe, and if you need any online coaching, just contact us. So let's begin the topic. Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന question listening module highlight incorrect words. ഈ highlight incorrect words is a very important question. Listening 4 important questions ഉണ്ട്. Summarize spoken text important ആണ്. Listening fill the blanks important ആണ്. Highlight incorrect words important ആണ്. The fourth is the most important is write from dictation. So write from dictation the video ചെയ്തിട്ടാണ് listening fill the blanks ന്റെ video ചെയ്തിട്ടാണ് കാണാത്തവർ കാണാം. Again, negative marking ഉള്ള question ഏതൊക്കെയാണ്? Listening രണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. സോ ഈ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിൽ നമ്മൾ ഒരു കറക്റ്റ് വേർഡ് നമ്മൾ കൊടുത്താൽ കറക്റ്റ് വേർഡിന് ഒരു ആൻസർ ആയിരിക്കും. നിങ്ങൾ തെറ്റിയാണ് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ -1 ആണ്. സോ ഒരു കറക്റ്റ് വേർഡും ഒരു കറക്റ്റ് അല്ലാത്ത വേർഡ് കൊടുക്കുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് 0 മാർക്സ്. സോ നമുക്ക് ഷുവർ അല്ലാത്ത വേർഡ്സിനെ പോയി നമ്മൾ ഹൈലൈറ്റ് ചെയ്യല്. സോ വാട്ട് ഈസ് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്? ഹൈലൈറ്റ് ഇൻകറക്റ്റ് വരുമ്പോഴത്തേക്കും ഒരു ഓഡിയോ കേൾക്കും. ലിസണിംഗിൽ മോസ്റ്റ് പ്രോബബ്ലി എല്ലാം ഓഡിയോ ആണ് കേൾക്കുന്നത്. വിത്ത് ദാറ്റ് ഓഡിയോ നമ്മൾ ആൻസർ ചെയ്യണം. സോ ഇതിനും അതേപോലെ ഒരു ഓഡിയോ കേൾക്കും അല്ലെങ്കിൽ റെക്കോർഡിംഗ് കേൾക്കും. നമുക്ക് ആ സ്ക്രീനിൽ ആ ഓഡിയോയുടെ റെക്കോർഡിംഗിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദി റെക്കോർഡിംഗ്. സോ അതില് ഓഡിയോയില് പറയുന്ന വേർഡ് ട്രാൻസ്ക്രിപ്റ്റില് മാച്ച് അല്ല എങ്കിൽ ആ വേർഡിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓഡിയോയില് പറയുന്ന ഒരു വേർഡും ട്രാൻസ്ക്രിപ്റ്റില് വേർഡിനുമായിട്ട് മിസ്മാച്ച് ആണ്, മാച്ച് ചെയ്യാതെ പോകുന്ന വേർഡ്സ് ആണ് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഓഡിയോയില് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് കിടക്കുന്നത് ഹൈറ്റ് എന്നായിരിക്കും, ഓഡിയോയില് കേൾക്കുന്നത് ലൈറ്റ് എന്നായിരിക്കും. സോ ഇത് തമ്മിൽ മാച്ച് അല്ല. സോ ആ വേർഡിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ മിസ്പ്രൊനൗൺസ്ഡ് വേർഡ്. മിസ്പ്രൊനൗൺസ് നമ്മൾ അവിടെ ഓഡിയോയിൽ കേൾക്കുന്ന വേർഡ്, ഈ ട്രാൻസ്ക്രിപ്റ്റ് കിടക്കുന്ന വേർഡ് ഓഡിയോയിൽ പറയുമ്പോൾ അത് വേറെ വേർഡ് ആയിരിക്കും. സോ ഏതൊക്കെ വേർഡ്സ് ആണ് അങ്ങനെ കേൾക്കുന്നെങ്കിൽ ആ വേർഡ്സ് എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പോകണം. അതാണ് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. 2 to 3 questions in exams നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 7 എറേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ 7 എറേഴ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തതിൽ 7 മാർക്സ്. സോ അതില് 5 എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 എക്സ്ട്രാ വേർഡ്സും കൂടി ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ സോ -1 -1. സോ അതില് 5 -2 എത്രയാണ്? യു ഗെറ്റ് ഓൺലി 3 മാർക്സ്. സോ 2 തെറ്റായിട്ട് ആൻസർ നിങ്ങൾ മൊത്തം 5 കറക്റ്റ് ആൻസർ നിങ്ങൾ 7 ആണ് കൊടുത്തിട്ടുണ്ട്. സോ -1 ആണ്. സോ അങ്ങനെയാണ് നിങ്ങളുടെ സ്കോർ കുറവ്. ഷോർ അല്ലാത്ത വേർഡ്സിനെ പോയി ഹൈലൈറ്റ് ചെയ്യരുത്. ഇപ്പൊ കറക്റ്റ് അതിൽ 7 വേർഡ്സ് ഉണ്ട്, നിങ്ങൾ അതിൽ 5 വേർഡ്സ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് 5 മാർക്സ്. സോ നമ്മൾ അറിയാത്ത ഷോർ അല്ലാത്ത വേർഡ്സിനെയും കൂടി നമ്മളത് ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും -1 പോകുന്നത്. സോ നമുക്ക് കറക്റ്റ് വേർഡിലുള്ള മാർക്കും നമുക്കത് റെഡ്യൂസ് ആവും. സോ ശ്രദ്ധിച്ച് വേണം ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് ചെയ്യാൻ. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് സിമ്പിൾ ടാസ്ക് ആണ്, വെരി വെരി ഈസി ടാസ്ക് ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണ്. പക്ഷെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. സിമ്പിൾ ആണെന്ന് ഓർത്ത് നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വിടരുത്. എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. സോ ഐ ഷോ യു ഹൗ എ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് വിൽ ലുക്ക്. സോ ലിസണിംഗില് ഇതാണ് ക്വസ്റ്റ്യൻസ്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് അഗൈൻ യെസ്, ദി ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് എസ് സി റൈറ്റ് ഫ്രം ഡിക്റ്റേഷന് മുന്നേ വരുന്നതാണ് ക്വസ്റ്റ്യൻ ആണ് ഈ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. സോ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മളത് ചെയ്തു പോകും. ഈ മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ അഗൈൻ അത് കഴിയുമ്പോൾ ആ മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ ഒത്തിരി സമയം എടുത്ത് വെറുതെ അതിൽ ടൈം വേസ്റ്റ് ചെയ്യരുത്. പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ലിസ്റ്റിംഗ് ഫിൽ ദ ബ്ലാങ്ക്സ് നമ്മൾ ഓഡിയോ കേട്ടിട്ട് സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്തിട്ട് സബ്മിറ്റ് അടുത്ത് പോകണം. ആൻഡ് ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി ഓൾസോ. നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി, മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ, സെലക്ട് ഇതിനൊന്നും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്തത് പോവാ. കാരണം ഇതിലൊക്കെ നിങ്ങൾ കുറെ ടൈം സ്പെൻഡ് ചെയ്താൽ ബാക്കി ഈ 2 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാർക്ക് സമയം കിട്ടത്തില്ല ചെയ്യാൻ. സോ ഇത് അത്രയും പ്രയോറിറ്റി ഉള്ള ടാസ്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. സോ ഇതിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഈ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നമുക്ക് കൂടുതൽ ടൈം കൊടുത്ത് ചെയ്യണം. ബിക്കോസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഷുവർ അല്ലാത്ത വേർഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. സോ ഐ ഷോ യു ഹൗ
highlight incorrect words will look. ഇതാണ്. സോ ഓഡിയോയില് റെക്കോർഡിംഗിൽ കേൾക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ട്രാൻസ്ക്രിപ്റ്റ് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേഴ്സർ ഫസ്റ്റ് വേർഡിൽ റെഡി ആയിരിക്കും. അവിടെ ഓഡിയോയിൽ സാറ്റേൺസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കേഴ്സർ ആ വേർഡിൽ തന്നെ ഇരിക്കണം. Satins, rings. So you have to move your cursor according to the word that is being pronounced in the audio. So ആ കൂട്ടത്തിൽ പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന്, ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ആണ് ഇവിടെ, അവിടെ ഓഡിയോയില് നമുക്ക് ചൂസ് അങ്ങനെ വല്ലതും കേൾക്കുവാണെങ്കിൽ അപ്പൊ തന്നെ അത് മിസ്മാച്ച് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. കാരണം ഓഡിയോയില് ചൂസ് ആണ് കേൾക്കുന്നതെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. സോ അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ഹൈലൈറ്റ് ആവും. അഗൈൻ നമ്മൾ ഇതിനകത്ത് സ്കിം ചെയ്യാനോ സ്കാൻ ചെയ്യാനോ ഒന്നും പോകരുത്. റെക്കോർഡിംഗ് കേൾക്കുക, അല്ലെങ്കിൽ ആ 10 സെക്കൻഡ്സിനുള്ളിൽ എന്താണ് കോണ്ടെക്സ്റ്റ് പെട്ടെന്ന് സ്കിം ചെയ്ത് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അത് ഓഡിയോ കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്യാനൊന്നും നിൽക്കല്ലേ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേഴ്സർ ഓരോ വേർഡ് ബൈ വേർഡ് ആണ് നമ്മളത് നീക്കിക്കൊണ്ടു പോകുന്നത് വിത്ത് ദി റെക്കോർഡിംഗ്. ആ ഓഡിയോയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പോണം. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. സോ ഇങ്ങനെയാണ് യു ഹാവ് ടു ഡു യുവർ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു പാസേജിൽ വിളിക്കാൻ 7 എറേഴ്സ് ഒക്കെ കാണും. ഇത് ഡിഫറൻസസ് എന്നൊക്കെ കാണുമ്പോൾ അവിടെ ചാലഞ്ചസ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ഓഡിയോയില്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓഡിയോ ആയിട്ട് മാച്ച് ചെയ്യാത്ത ഒരു വേർഡാണ് ഈ ഡിഫറൻസസ്. സോ അവിടെ ചാലഞ്ചസ് ആണ് റെക്കോർഡിംഗിൽ കേൾക്കുന്നെങ്കിൽ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റിലുള്ളത് ഡിഫറൻസസ് ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് മാച്ചിങ്. സോ അത് ഈ വേർഡിനെ ഹൈലൈറ്റ് ചെയ്യണം. സോ നമ്മൾ അങ്ങനെ ഏതൊക്കെ വേർഡ് ആണോ ഈ റെക്കോർഡിംഗുമായിട്ട് മാച്ച് ചെയ്യാതെ പോകുന്നത് ആ വേർഡിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഷുവർ അല്ലാത്ത വേർഡ്സിനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ വെറുതെ മാർക്ക് കളയരുത്. സോ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോളാം. അഗൈൻ യെസ് വിൽ ട്രൈ. നമ്മളൊരു ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഓക്കെ, yes, this is how highlight incorrect words. You will hear a recording. Below is a transcription of the recording. Some words in the transcription differ from what the speaker said. Click on the words that are different. Different are the words. That is the transcript recording. The word and transcript word are different. Our word we highlight here. Okay. Let's do. When I got into a cage with a Komodo dragon almost 10 years ago for a story, I had no idea that its skull was so special. Neither did scientists until now. But a report in the Journal of Anatomy reveals that the world's largest living lizard has a remarkable space frame skull. Space frame refers to a light, rigid structure with interlocking struts that can handle big loads. The shape of the skull bones and the arrangement of bones of different strengths is the key. The researchers employed a technique called finite element analysis, which is usually used to analyze trains or planes, but in this case it let them reverse engineer the Komodo to study the mechanical forces that the skull is subject to. As opposed to, say, an alligator, the dragon has a pretty wimpy bite, so rather than clamp down on its victims, it yanks off chunks of meat, a move powered by incredibly strong neck muscles, and made possible by that space-frame skull able to handle the huge forces involved. Our March 1999 article on Komodos is available at siamdigital.com. So, we highlight the words along correct. So, incredible. Jubilant, incredible. So, this is the word. Words audio differ highlighted. So for all the correct words you will get 1, 2, 3, 4. All the correct words will get 4 marks. And if you have marked the extra word, extra word is a technique. Mark 4 -1 3.
So sure letter words വെറുതെ നമ്മൾ analyze കേട്ടിട്ടില്ലെങ്കിൽ sure letter words നമ്മൾ lock ചെയ്തിരിക്കല് because -1 കിട്ടും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് extra word ഇട്ടാലും -1 ലോട്ട് will get. So this is how you have to do your highlight incorrect words. And this highlight incorrect words main ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് it can be അതായത് differ ആവുന്ന words, it can be a noun, it can be adjective, it can be adverb, it can be verbs. So അതായിരിക്കും മോസ്റ്റ്ലി അവർ ഡിഫർ ആവുന്ന വേർഡ്സ്. ആൻഡ് അഗൈൻ നമ്മൾ ചില വേർഡ്സ് രണ്ട് സിമിലർ സൗണ്ട് ആയിരിക്കും, അതും ഇതുപോലെ ഡിഫർ ആവും. ഫോർ എക്സാമ്പിൾ എക്സെപ്റ്റ്, സെപ്റ്റ്, സെപ്റ്റ്, അതുപോലത്തെ സബ് നോട്ട്. സോ ആ ഒരു ഡിഫർ അതായത് ഓരോ സിമിലർ ആയിട്ട് സൗണ്ട്സ്, സിമിലർ മീനിങ് ഉള്ള വേർഡ്സ്, ഇതുപോലെ കുറച്ച് വേർഡ്സ് ആണ് നമുക്ക് ഈ highlight incorrect words കിട്ടുന്നത്. സോ മേക്ക് ഷുവർ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വെരി വെരി സിമ്പിൾ ടാസ്ക് ആണ്, ബട്ട് ലിസണിങ് സ്കിൽ യു ഹാവ് ടു ഡെവലപ്പ്. നമ്മൾ ആ ലിസണിങ് സ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം അറിയാതെ കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ അറിയാതെ ഹൈലൈറ്റ് ചെയ്തു, അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കോൺട്രിബ്യൂട്ടിംഗ് മാർക്ക് ടുവേർഡ്സ് ലിസണിങ് ആൻഡ് റീഡിങ്. സോ നമ്മൾ ശ്രദ്ധിച്ച് ഇത് ചെയ്യണം. ആൻഡ് so make sure you don't make any mistakes in highlight incorrect words so that you get a high score in this question. So this is about the highlight incorrect words. Yes, if you have any queries or doubts related to this question or any question, if you wanted feedback and if you want any corrections or if you want any guidance also, you can contact us. We have online coaching also. If you need any online coaching, just contact us, and yeah, I'm there to help you out. So we'll see you next video. So till then, stay tuned. See you. Thank you.